ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്നേഹം എന്താണ്? ഓപ്ഷൻ എ സമാധാനം, ഓപ്ഷൻ ബി സമ്പൂർണതയുടെ ബന്ധം, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ദാനം. ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക്, നിസി ഓൺലൈൻ ബൈബിൾ ക്വിസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നിബന്ധനകൾ എല്ലാവർക്കും അറിയാമല്ലോ. നിബന്ധനകൾ അറിയാത്തവർ അവസാനമായിട്ട് ഒന്ന് കാണുക. ഇതിൻ്റെ നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. പുതുതായിട്ട് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നവർ അവസാനം വരെ ഒന്ന് കാണുക. വേഗത്തിൽ തന്നെ നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്നത്തെ ചോദ്യങ്ങൾ കൊലോസ്യ ലേഖനത്തിൽ നിന്നാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ ആദ്യത്തെ 3 ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്നേഹം എന്താണ്? ഓപ്ഷൻ എ സമാധാനം, ഓപ്ഷൻ ബി സമ്പൂർണതയുടെ ബന്ധം, ഓപ്ഷൻ സി ദൈവത്തിൻ്റെ ദാനം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിക്കേണ്ടത് എന്തിനാണ്? ഓപ്ഷൻ എ ജ്ഞാനത്തിന്, ഓപ്ഷൻ ബി അറിവിന്, ഓപ്ഷൻ സി പരിജ്ഞാനത്തിന്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ വചനത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുവാൻ, ഓപ്ഷൻ ബി ആരോഗ്യത്തിനായി, ഓപ്ഷൻ സി ദൈവശക്തിക്കായി. നാലാമത്തെ ചോദ്യം ഇതാണ്: പ്രാർത്ഥനയിൽ പോരാടുന്നത് ആരാണ്? അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: എന്തിനാൽ ആരും ചതിക്കരുത്? ആറാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആറാമത്തെ ചോദ്യം ഇതാണ്: രഹസ്യമായിരിക്കുന്നത് എന്താണ്? ഏഴാമത്തെ ചോദ്യം: മനുഷ്യ കൽപ്പനകളായി പൗലോസ് പറഞ്ഞ വിലക്കുകൾ എന്തൊക്കെയാണ്? ചോദ്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയാണ് വീണ്ടും ഒന്നുകൂടി പറയാത്തത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: യേശു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒന്നിനോട് സാദൃശ്യമുള്ള ഒന്ന് പൗലോസും പറഞ്ഞു. യേശു പറഞ്ഞത് എന്താണ്? പൗലോസ് പറഞ്ഞത് എന്താണ്? ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: വിടേണ്ടത് എന്താണ്? പത്താമത്തെ ചോദ്യം, അവസാന ചോദ്യം ഇതാണ്: വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു, പൗലോസിന് ബന്ധനത്തിന് കാരണമായി എന്താണ്? ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങൾ. വേഗത്തിൽ തന്നെ ഉത്തരങ്ങൾ അയക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ നിബന്ധനകളൊന്ന് പറയാം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരുമിച്ച് തന്നെ ഉത്തരം അയക്കുക. ഉത്തരം അയക്കുവാനുള്ള സമയം ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഉത്തരത്തോടൊപ്പം എല്ലാത്തിനും റഫറൻസ് ആവശ്യമാണ്. റഫറൻസ് ഇല്ലാത്ത ഉത്തരങ്ങൾ പരിഗണിക്കുകയില്ല. അപ്പോൾ വേഗത്തിൽ എല്ലാവരും ഉത്തരങ്ങൾ അയക്കുക. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങൾ ഫിലിപ്പി ലേഖനത്തിൽ നിന്നായിരുന്നു. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഭയത്തോടും വിറയലോടും എന്തു ചെയ്യണം? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ഫിലിപ്പി ലേഖനം 2:12. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ഉത്തരം ഇതാണ്. ഓപ്ഷൻ സി കാരാഗ്രഹത്തിൽ. 1:13-14 വാക്യങ്ങൾ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ആരാണ്? ഉത്തരം ഇതാണ്. അനിന്യൻ. ഫിലിപ്പിയർ 3:6. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവത്തിൻ്റെ തിരുവുള്ളത്താൽ ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി എന്താണ്? ഉത്തരം ഇതാണ്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും. ഫിലിപ്പിയർ 2:13 നമുക്ക് ഇങ്ങനെ വായിക്കാം: ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം ഇതായിരുന്നു: പൗലോസിന് ദൈവം ചെയ്ത കരുണ എന്താണ്? ഉത്തരം ഇതാണ്. പൗലോസിനോട് ദൈവം ചെയ്ത കരുണ എന്ന് പറയുന്നത് എപ്പഫ്രാദിത്തോസ് ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അപ്പോൾ ദൈവം ചെയ്ത കരുണ എന്ന് പറയുന്നത് എപ്പഫ്രോദിത്തോസ് മരിക്കുവാൻ ഇടയായില്ല. ഇതാണ് പൗലോസിനോട് ദൈവം ചെയ്ത കരുണ. എന്നാൽ പല പ്രിയപ്പെട്ടവരും ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്ന് മാത്രം എഴുതിയിട്ടുണ്ട്. അത് പൂർണ്ണമായ ഒരു ഉത്തരമായിട്ട് പരിഗണിക്കുവാൻ സാധിക്കുകയില്ല. അത് മാത്രം എഴുതിയവർക്ക് മാർക്ക് ലഭിക്കുകയില്ല. ഇതിൻ്റെ ഉത്തരം മനസ്സിലാകുവാൻ വേണ്ടി വാക്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഫിലിപ്പിയർ 2:25 വായിക്കാം: എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിൽ ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. 27 ഇങ്ങനെ വായിക്കുന്നു: അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും
ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. അപ്പോൾ ആ കരുണ എന്തായിരുന്നു എന്നായിരുന്നു നമ്മുടെ ചോദ്യം. ആ കരുണ എന്ന് പറയുന്നത് എപ്പഫ്രോദിത്തോസ് മരിച്ചില്ല, അതാണ് ദൈവം ചെയ്ത കരുണ. അല്ലാതെ ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്ന് മാത്രം എഴുതിയാൽ അത് പൂർണ്ണമായ ഒരു ഉത്തരമായിട്ട് വരികയില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുകയാണ്. ആറാമത്തെ ചോദ്യം ഇതായിരുന്നു: എല്ലാം ഛേദമെന്ന് എണ്ണുവാൻ കാരണം എന്താണ്? ഉത്തരം ഇതാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം. ഫിലിപ്പിയർ 3:8. ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു: എന്തനുസരിച്ച് നടക്കണം? ഉത്തരം ഇതാണ്: നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക എന്ന് ഫിലിപ്പിയർ 3:16 കാണാം. ഫിലിപ്പിയർ 1:27 ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. എട്ടാമത്തെ ചോദ്യം ഇതാണ്: മറ്റു സഭകൾ ചെയ്യാതിരുന്നത് ഫിലിപ്പിയ സഭ ചെയ്തു, അത് എന്താണ്? ഉത്തരം ഇതാണ്: വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചു. പൗലോസിനോട് വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചതാണ്. അതായത് ഫിലിപ്പിയർ 4:15 കാണാം: ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഒൻപതാമത്തെ ചോദ്യം ഇതായിരുന്നു: ആവശ്യമില്ല എങ്കിലും പൗലോസ് നിരസിക്കാതിരുന്നത് എന്താണ്? ഉത്തരം ഇതാണ്: ഫിലിപ്പിയ സഭ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിന് അയച്ചു കൊടുത്തത്. പല പ്രിയപ്പെട്ടവരും ദാനമെന്ന് എഴുതിയിട്ടുണ്ട്. ദാനമെന്ന് എഴുതിയാലും ആ ഉത്തരവും ശരി തന്നെയാണ്. ഫിലിപ്പിയർ 4:18 ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ചു, തൃപ്തനായിരിക്കുന്നു. പത്താമത്തെ ചോദ്യം ഇതാണ്: സംതൃപ്തി എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം ഏതാണ്? ഉത്തരം ഇതാണ്: അലംഭാവം. ഫിലിപ്പിയർ 4:11 ഇങ്ങനെ വായിക്കാം: ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഉത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വേഗത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു സംശയമാണ്: ആക്രോശിക്കുക എന്നല്ലേ? സിസ്റ്റർ ശോശാമ കുര്യാക്കോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആക്രോശിക്കുക എന്നല്ലേ കുറ്റാരം എന്നതിൻ്റെ അർത്ഥം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും കുറ്റാരം എന്ന വാക്കിന് അർത്ഥം ആക്രോശിക്കുക എന്നുമുണ്ട്. പക്ഷേ ഈ ആക്രോശിക്കുക എന്ന വാക്ക് നമുക്ക് ബൈബിളിലില്ല. അപ്പോൾ ആൻറ്റി ഉത്തരം അയച്ചിരിക്കുന്നത് ആക്രോശിക്കുക എന്നാണ്. അപ്പോൾ ഈ കുറ്റാരമെന്നാണ് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. ഈ കുറ്റാരം എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചാണ് നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം ചോദിച്ചത്. അപ്പോൾ ആക്രോശിക്കുക എന്ന വാക്ക് ബൈബിളിലില്ലാത്തത് കൊണ്ട്, ബൈബിളിലില്ല എന്നല്ല, നമ്മൾ ചോദിച്ച ആ പുസ്തകത്തിലില്ലാത്തത് കൊണ്ട് അത് ഉത്തരമായിട്ട് പരിഗണിക്കുവാൻ സാധിക്കുകയില്ല. ആദ്യം ഉത്തരം അയച്ചിരിക്കുന്നത് സിസ്റ്റർ ആശ എ, സിസ്റ്റർ ബീന ബോസ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ, സിസ്റ്റർ അനുഷ ഷിഹാബുദ്ദീൻ, സിസ്റ്റർ ബെഞ്ചി ബെന്നച്ചൻ, ബെഞ്ചമനാണ്, സിസ്റ്റർ ബെഞ്ചി ബെഞ്ചമൻ, സിസ്റ്റർ ആനി മാത്യു, സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സൂസൻ ജെയിംസ്. സിസ്റ്റർ ശോശാമ കുര്യാക്കോസ് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ എല്ലാം ശരിയല്ലേ? അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെയാണ് ചോദിച്ചേക്കുന്നത്. അതിനുള്ള ഉത്തരം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ സാലി ജോസഫ്, സിസ്റ്റർ സൂസൻ ഫിലിപ്പ് ചെറിയാൻ. ഒരു ഉത്തരമേ വന്നിട്ടുള്ളൂ, 10ാമത്തെ ഉത്തരം മാത്രമേ വന്നിട്ടുള്ളൂ. ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ജയ ജോർജ്, സിസ്റ്റർ പ്രവീണ സുനിൽ, സിസ്റ്റർ ഡാലി ജയൻ, സിസ്റ്റർ ജയ വിനേഷ്, സിസ്റ്റർ ജയ സാമുവൽ, സിസ്റ്റർ നിർമ്മല വിജയൻ, സിസ്റ്റർ പ്യാരി അജി, സിസ്റ്റർ ലിസി വിൻസെൻറ്റ്, സിസ്റ്റർ മോളി ജേക്കബ്, സിസ്റ്റർ ഷീന അജി, സിസ്റ്റർ ജെമി മാത്യു, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ജലജ, സിസ്റ്റർ നാൻസി, ബ്രദർ ശശി സി എ, സിസ്റ്റർ ആലിസ് യോഹന്നാൻ,
സിസ്റ്റർ സാറാമ്മ ഡേവിഡ്. വളരെ സന്തോഷമുണ്ട്. ആൻറ്റി ഇപ്രാവശ്യം എല്ലാ ഉത്തരങ്ങളും ഒരുമിച്ച് തന്നെ അയച്ചിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ അന്നമ്മ, സിസ്റ്റർ പ്രേംകുമാരി, സിസ്റ്റർ അനിത ലജി. ഇതൊന്നും ഒരു തെറ്റായിട്ട് നമ്മൾ കാണത്തില്ല. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ഉത്തരവും അതിൻ്റെ റെഫറൻസും കറക്റ്റ് ആയിരിക്കണം. ഉത്തരത്തിൽ തന്നെ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക്, അതായത് അക്ഷരത്തെറ്റൊക്കെ വന്നാലും ഒരു വാക്കിൽ തെറ്റ് വന്നാലും നമുക്കത് ഊഹിച്ചെടുക്കാമെങ്കിൽ അത് ഉത്തരവായിട്ട് തന്നെ പരിഗണിക്കും. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും പ്രായമുള്ളവരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നറിയാം. അവർക്കൊക്കെ തെറ്റ് പറ്റിയാലും നമ്മളത് ക്ഷമിക്കുന്നതാണ്. സിസ്റ്റർ ബീനാമി, സിസ്റ്റർ ബിന്നി ബേബി, സിസ്റ്റർ സീന സജി, സിസ്റ്റർ ശാരദാമണി ദേവി, സിസ്റ്റർ റെനീസാം, ബ്രദർ മാത്യു മില്ലർ, സിസ്റ്റർ രാധിക, സിസ്റ്റർ അജിത രാജൻ, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ റസലമ്മ ജയവല്ലി, സിസ്റ്റർ സുജ കുര്യൻ, സിസ്റ്റർ ഗീത വർഗീസ്, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ സാറാമ്മ തോമസ്. സിസ്റ്റർ സാറാമ്മ തോമസ്, ഗോഡ് ബ്ലസ് യു, താങ്ക് യു. സിസ്റ്റർ ലിജിമോൾ കെ ചാണ്ടി, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ റീന മൈക്കിൾ, സിസ്റ്റർ സാറാമ്മ ജോസഫ്, സിസ്റ്റർ സുമതി ഭായ്, സിസ്റ്റർ അന്നമ്മ ജോർജ്, സിസ്റ്റർ നിഖിത, സിസ്റ്റർ ശോശാമ കുര്യാക്കോസ് അലംഭാവും. അതും നമ്മുടെ ലൂക്കോസിൻ്റെ ബൈബിൾ ക്വസ്റ്റിൻ്റെ താഴെയാണ് ഉത്തരം അയച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഈ ചോദ്യത്തിന് താഴെ തന്നെ ഉത്തരം അയക്കണം. സിസ്റ്റർ സുജ ജെയിംസ്, ബ്രദർ ജോർജ് തോമസ്, സിസ്റ്റർ ശോശമ്മ കുര്യാക്കോസ്. പലയിടത്തായിട്ടാണ് ആൻസർ അയച്ചിരിക്കുന്നത്. അതും മറ്റൊരു ബൈബിൾ ക്വസ്റ്റിൻ്റെ താഴെയാണ്. സിസ്റ്റർ പൊന്നമ്മ രാജു, സിസ്റ്റർ റെജിമോൾ. ഇത്രയും പേരാണ് നമ്മുടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചിരിക്കുന്നത്. ശരി ഉത്തരം അയച്ച് വിജയികളായത് ആരൊക്കെയാണെന്ന് നോക്കാം. സിസ്റ്റർ സൂസൻ ജെയിംസ്, സിസ്റ്റർ എലിസബത്ത് സാം, സിസ്റ്റർ സൂസൻ ജെയിംസ് 74, സിസ്റ്റർ സുമ പ്രസാദ്, സിസ്റ്റർ ജയ ജോർജ്, ബ്രദർ ജോർജ് ടി ജി, സിസ്റ്റർ ജയ വിനീഷ്, സിസ്റ്റർ ലിൻസി വിൻസെൻ്റ്, സിസ്റ്റർ ലിഥി തോമസ്, സിസ്റ്റർ ബീനാമി, ബ്രദർ ശശി സി എ, ബ്രദർ മാത്യു മിലൺ, സിസ്റ്റർ രാധിക ഷിജു, സിസ്റ്റർ സുനിത ഷാജി, സിസ്റ്റർ റസലമ്മ ജയവല്ലി, സിസ്റ്റർ അഞ്ജുമി, സിസ്റ്റർ ജെസ്സി ആൻ്റണി, സിസ്റ്റർ റെജിമോൾ. ഇത്രയും പേരാണ് നമ്മുടെ ഉത്തരങ്ങൾ അയച്ച് വിജയികളായിരിക്കുന്നത്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ബൈബിൾ ക്വിസ് നിങ്ങൾക്കൊക്കെ അനുഗ്രഹമാകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. അവർക്കും ദൈവവചനം പഠിക്കുവാനായിട്ടും കാരണമായി തീരും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും കർത്താവിൻ്റെ ചിറകടിയിൽ നമ്മെ മറയ്ക്കുമാറാകട്ടെ. ആമേൻ.